എപ്പോഴായാലും കാണണം. കണ്ടിട്ടേ അച്യുതൻകുട്ടി പോകൂ. ശ്രീ മഹാനിലയത്തിലെ തമ്പ്രാട്ടിമാരും തമ്പ്രാക്കന്മാരും കേൾക്കാൻ വേണ്ടിയാ ഈ വിളിച്ച് കൂവാണ്. ഇവിടെ ആരുമില്ലേ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. വഴിയെ പോകുന്ന കള്ളുടിയന്മാർ കയറി സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ലിത്. പിടിച്ചു കൊടുത്താലോ. വഴിയെ പോയ ഒരുത്തം വന്ന് കേറിയതൊന്നും അല്ല, ഇവിടേക്കായിട്ട് തന്നെ വന്നതാ. ഇവിടേക്കായിട്ട് മാത്രം. വേണ്ട, അരിഞ്ഞ് തള്ളും ഞാൻ. തടി ചീത്തയാക്കാൻ നിൽക്കാതെ ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ആ ഒരു പേടി അച്ചൂട്ടിക്കൊണ്ടായിരുന്നെങ്കിലേ പുറപ്പെടില്ലായിരുന്നു പുല്ലൂരാമ്പാറയെന്ന്. ഓർമ്മയിലുണ്ടോ അങ്ങനെ ഒരു സ്ഥലം? പുല്ലൂരാമ്പാറ. അവിടെ ഒരു കുഞ്ഞുലക്ഷ്മി. ഓർക്കാൻ എവിടെ നേരം? ലോകം വെട്ടിപ്പിടിക്കണ്ടേ? നടന്നു പോന്ന വഴിയില് ആർക്കൊക്കെ നൊന്തു, എന്തൊക്കെ തകർന്നു എന്നൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. ഓ, പറഞ്ഞു തരാൻ ഞാൻ. ആ കുഞ്ഞുലക്ഷ്മി എന്റെ അമ്മ കഷ്ടപ്പെട്ടാ മരിച്ചത്. ഒരുപാട് കഷ്ടപ്പെട്ട് അരവയറുമായി എന്നെ നെഞ്ചത്ത് ചേർത്ത് കിടക്കുമ്പോ ചെറ്റ മാന്താമെന്ന മാന്യന്മാരോട് പറഞ്ഞു നിൽക്കാൻ കണ്ണീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അമ്മയ്ക്ക്. ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലേ? നല്ല സൗകര്യമായിട്ട് ബംഗ്ലാവില് താമസം, പേഷായിട്ട്, ഇംഗ്ലീഷിലൊരു പേരും MRS മേനോൻ അറിയിച്ച് തരുന്നുണ്ട് ഞാൻ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്നെ പറഞ്ഞയക്കാൻ താൻ അയച്ച കൂലി തല്ലുകാരെ ഞാൻ പറഞ്ഞയച്ചു. എനിക്ക് പോകാറായിട്ടില്ല. മെന്നെ എന്റെ അമ്മ എരിഞ്ഞു തീർന്ന വെണ്ണീറായതില് പിഴച്ച് പെറ്റവളെന്ന പേര് ദോഷവും പേറി ജീവിച്ച് മരിച്ച കുഞ്ഞുലക്ഷ്മിയെ നിങ്ങൾ അംഗീകരിക്കും. നിങ്ങളെ സാക്ഷി നിർത്തിയേ എന്റെ അമ്മയുടെ കർമ്മം ഞാൻ ചെയ്യൂ. പോട്ടെ. കുറച്ചു ദിവസമായി ഇവിടെ കറങ്ങി തിരിയുന്നുണ്ട്. ഇതൊക്കെ തന്നെ എല്ലായിടത്തും പറച്ചില്. ഹോട്ടലിൽ വന്ന് അടിപിടി ഉണ്ടാക്കി. ഇന്ന് ഓഫീസിൽ വന്ന് ശ്രീകുട്ടനോട് കുറെ വിളമ്പി. ഇതൊന്നും ഇവിടെ അറിയിക്കാതെ ഒതുക്കാന്ന് വെച്ച് ഞാൻ ആളയച്ചു. എന്തു വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഇനി ഇവിടുന്ന് പറയണം. ശത്രുക്കളുടെ ഓരോരോ കളികളെ. അല്ലടോ, എന്നോട് കുറെ ഞാൻ ചോദിക്കാന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിച്ചതല്ലേ. ഇതുവരെ അടിയല്ലാണ്ട് വേറെ ഒന്നും നടന്നിട്ടുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, ഇന്നലെ കിട്ടിയ തല്ല് വെച്ച് നോക്കുമ്പോ എനിക്കൊന്നും കൂടി ഒരുങ്ങാനുണ്ട്. അടിച്ചോരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളടുത്ത് ആയുധം കുറവായി പോയി. ഒരു വാളുണ്ടോ? ഒരു ഇടിക്കട്ടുണ്ടോ? ഓ, വാള് ഇടിക്കട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലേ ഇന്നലെ ഒലത്തിയാന് താവുന്നു. എന്തേ? ഒന്നുമില്ലേ? മോനെ ലംബു, ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കണ്ടില്ലേ? നടക്കട്ടെ നടക്കട്ടെ, നമ്മളെ മൂച്ച് പൂക്കും. ഞാൻ പോയി തരാം.
എന്താ? അല്ല, ഞാൻ ഇന്നലെ ഇന്നലെ വല്ലതും പറ്റിയോന്നറിയാൻ. പറ്റിയാൽ? വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ശുശ്രൂഷിക്കാന്ന് വെച്ച് വന്നതാ. എന്റെ അമ്മേ, വേണ്ടപ്പാ. എന്റെ കയ്യിൽ നിന്ന് എടുത്തത് തിരിച്ചിങ്ങി തന്നേക്ക്, ഞാൻ പോയിക്കോളാം. എടുത്തതോ? എന്തോന്ന്? എന്റെ 2 സ്കാർഫ്. ഓ, അതോ? അതപ്പളേ കളഞ്ഞു. ഒന്നും സൂക്ഷിക്കാറില്ല? ഒന്നും. ആട്ടെ, നമുക്കിപ്പോ എന്താ വേണ്ടത്? പറഞ്ഞല്ലോ, എന്റെ 2 സ്കാർഫ്. അപ്പോ സ്കാർഫിന് കണക്ക് പറയുമല്ലേ? പറയും. എന്നാലേ ഇന്ന് മുതൽ കണക്ക് വെച്ചു. ഒടുവില് ഞാൻ അങ്ങോട്ട് ചോദിക്കും, അപ്പൊ പറയണം. എന്ത് വേണം? മേനോൻ വിളിപ്പിച്ചിട്ട് വന്നാ. ആരാണാവോ? പുല്ലൂരാൻ പറയുന്ന രാഘവൻ നായരെന്ന് പറഞ്ഞാ അറിയും. മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? വളരെ പണ്ടാ. അന്ന് ഇവിടെ ഒരു ചെറിയ വീടാ. നിങ്ങളുടെ കല്യാണം പറഞ്ഞു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലേക്ക് ചെന്നോളൂ. ഓ, കുറച്ച് ദിവസമായിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അതാ ആളയച്ചത്. അവൻ വന്നിരുന്നോ? അച്യുതൻ കുട്ടി. കുഞ്ഞിലക്ഷ്മി മരിച്ചു. അന്ന് അവൻ ആ ശവം കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഞാൻ കണ്ടു. വല്ലാത്ത വേദന തോന്നി. എനിക്ക് ആരുമില്ലാതായല്ലോ എന്നവൻ എന്റെ കൈയും പിടിച്ച് കരഞ്ഞപ്പോ നിനക്കൊരു അച്ഛനുണ്ടെന്നും അത് ഇന്നാരാണെന്നും ഞാൻ പറഞ്ഞുപോയി. അങ്ങനെ ഒരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛനെ സാക്ഷി നിർത്തിയേ അമ്മയുടെ കർമ്മം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അന്ന് ഇറങ്ങിയതാ, തള്ളയുടെ ആത്മശാന്തിക്ക് വേണ്ടി. അതൊന്നും ഇനി നടക്കില്ല. അതൊക്കെ അന്നേ തീർന്നു. തീർന്നോ? നടന്നു പോകുന്ന വഴി തിരിച്ചടക്കാൻ പറ്റുമോ ജീവിതത്തില്? ഞാൻ പറയുന്ന രാഘവൻ നായർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഓ, നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പണ്ടൊരിക്കൽ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത് അന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയി. റോഡ് പണിക്ക് മേസ്ത്രിയായി വന്ന നിങ്ങൾക്ക് കിടക്കാൻ വീടിന്റെ ചായ്പിൽ ഒരു കട്ടിലിട്ട് തന്നു എന്നൊരു തെറ്റ് മാത്രമേ കുഞ്ഞിലക്ഷ്മി അമ്മ ചെയ്തുള്ളൂ. പകരം നിങ്ങൾ ചെയ്തതോ? ആ കുടുംബത്തിന്റെ കണ്ണീര് കണ്ട് സഹിക്കാഞ്ഞ് അന്ന് ഞാൻ ഇവിടം വരെ വന്നു. കല്യാണത്തിൽ പോലും ഒരു കച്ചവടക്കെന്ന് വെച്ച് നിങ്ങൾ അന്നെന്നോട് പറഞ്ഞു കുഞ്ഞിലക്ഷ്മിക്ക് എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാമെന്ന് അല്ലേ? നിങ്ങൾ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. നിങ്ങൾ കൊടുത്തതോ? അവളൊട്ട് ഒഴിവാക്കുകയും ചെയ്തില്ല. വിതച്ചപ്പോഴും മുളച്ചപ്പോഴും ഓർക്കാണ്ട് വെട്ടിമാറ്റാൻ എന്താ വഴിയെന്നല്ലേ ഇപ്പോഴും നോക്കണേ. അതെ, അതിന് തന്നെ വിളിപ്പിച്ചു. സ്നേഹം കൊണ്ടല്ലാതെ അച്ഛനെ ഇന്നുവരെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ അവനെ ഇവിടെ വിളിച്ച് കയറ്റി സ്നേഹിച്ച് അരിയിട്ട് വാഴിക്കണം എന്നാണോ? എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങളുടെ മോനല്ലേ അവൻ. രാഘവൻ നായരെ, അവൻ എന്റെ മോനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. 100 കൂട്ടം പ്രശ്നങ്ങൾ നടക്കാണ് ഞാൻ. എന്റെ മോടെ വിവാഹം നടക്കാൻ പോവാണ്. അതിനിടയ്ക്ക് അവൻ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അറിയാലോ തനിക്ക് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നതെന്ന്. ആരുടെ മുന്നിലായാലും അതിനൊന്ന് നിന്നു കൊടുക്കാനും നോക്കാനും ഞാൻ തയ്യാറല്ല. പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നിങ്ങൾ പറഞ്ഞ അവൻ അനുസരിക്കും. രാഘവേട്ടൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കും. പക്ഷേ ഇത് മാത്രം എന്നോട് പറയരുത്. മോനെ, ആകാശത്തിന്റെ ചോട്ടില് ആരെയും പേടിക്കാനില്ലാത്തവരാ അവര്. നിന്റെ അച്ഛനും കൂട്ടിൽ നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ? എന്ത് പറ്റാൻ? പറ്റാനുള്ളതൊക്കെ എന്നോ പറ്റിക്കഴിഞ്ഞില്ലേ രാഘവേട്ട? ഒരു ജീവിതം മുഴുവൻ കരഞ്ഞു തീർത്തില്ലേ എന്റെ അമ്മ? നിങ്ങളുടെ മുന്നിലും കരഞ്ഞിട്ടില്ലേ കുഞ്ഞിലക്ഷ്മി? ആ കണ്ണീർ എന്നെ കാത്തോളും. രാഘവേട്ടൻ ധൈര്യമായിട്ട് പോ. ഞാൻ വരും പുല്ലൂരാൻ പാറയ്ക്ക്. വന്ന കാര്യം നടത്തിയേച്ച്. അനർത്ഥങ്ങളൊന്നും വരുത്താതെ നീ വരണം. പ്രാർത്ഥനയുണ്ട്, സകല ദൈവങ്ങളോടുമുള്ള പ്രാർത്ഥന. അല്ല, താജ്മഹലിന്റെ ഒത്ത് കടന്നു പോയിരുന്നത്. അല്ല, ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലേ? ആളൊക്കെ എന്റെ അലിയന്റെ വീടാ? അവന്റെ അപ്പൻ. എന്റെ ഭാഗ്യടാ. ശരിക്കും ഇവർക്ക് ഒരു നായിനെ പോറ്റാ. ഈ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. ഓ, അല്ല, പൊളിഞ്ഞു.
അല്ല ഇതിപ്പോ എവിടെയാ ഞെക്കണ്ട? അത് കോലോട് ചോദിച്ചിട്ട് ഈ വിവരമില്ല എവിടെയും നെക്കിട്ട് നമ്മളെ ഡീസന്റ് കളയണ്ട. ഇവിടെ ആള് താമസല്ലേ, നമ്മള് വരുന്നോട്ടപ്പോ കൊഴിഞ്ഞു പോയോ? അതാണ് നിങ്ങൾ ആരാ? തുറന്നു എന്താ? ആവു, വീടും ചുറ്റുപാടും ഒക്കെ കൊള്ളാലോ ദാദാ. അത് കൊള്ളിക്കാ. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? എന്താ വേണ്ടെന്നൊക്കെ പിന്നെ പറയാൻ മോനെ. നീ നിന്റെ മോനാളിയെ വിളിക്ക്, ഞങ്ങൾ കാരണവന്മാര് തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ അദ്ദേഹത്തിന്റെ മോനാ. എന്റെ അളിയനാവാൻ പോകുന്ന ചെക്കൻ. അല്ലേ വേണ്ട, മൂപ്പരെ ബുദ്ധിമുട്ടിയാണ്, ഞാൻ വിളിച്ചോളാം. അച്ഛൻ അല്ലെ അച്ഛോ? കടക്കട പുറത്ത്. എന്താ അവിടെ? നമസ്കാരം. നിങ്ങളൊക്കെ ആരാ? കണ്ടോ, ഇതാണ് മര്യാദ. ആരാ എന്താന്നൊക്കെ പറയാനും ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയാ വന്നത്. നാളെ എന്റെ പെങ്ങള് വന്ന് കയറി താമസിക്കേണ്ട വീടല്ലേ. കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പോകേണ്ടത് മൂത്ത ഏട്ടൻ എന്ന നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വമല്ലേ. അളിയന്റെ അച്ഛൻ ഇരുന്നാട്ടെ. എഴുതിയേക്കടാ. ഓ എനിക്കാലോ. ഇരിക്കണോ? എഴുതിയേക്കടാ. എന്താണ് സ്ഥിതി? ഒരാൾ ഇരിക്കാൻ പറയാ, ഒരാൾ എണീക്കാൻ പറയാ. ഞാനിപ്പോ എന്താ വേണ്ടേ? വന്ന കാര്യം മാന്യമായിട്ട് ചെയ്യുക, പോവുക. അപ്പൊ മേനോൻ സാറേ, വന്ന കാര്യം പറയാലോ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും നാളെ നിങ്ങൾ അറിയും. എന്നാലും എന്റെ ഒരു മര്യാദ ഉണ്ടല്ലോ. നിങ്ങളുടെ മോൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛൻ MRS മേനോന്റെ മൂത്ത മോൻ അച്യുതൻകുട്ടിയാ ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു മോനുള്ള കാര്യം എന്റെ അച്ഛൻ പുറത്തു പറയൂല. പുറത്തു പറയാൻ കൊള്ളൂലെന്നേ. നല്ല പ്രായത്തില് പുള്ളിക്ക് പറ്റിയൊരു അബദ്ധ. പക്ഷെ ഇപ്പൊ നാട്ടുകാരൊക്കെ കുറേശ്ശെ അറിഞ്ഞു തുടങ്ങി. ഇനി മേനോൻ സാറിന് വല്ല സംശയം ഉണ്ടെങ്കിൽ ഫോണല്ലേ ഇരിക്കുന്നത്, ഒന്ന് വിളിച്ചു ചോദിച്ചേ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നു. ദാദാ, കാര്യമൊക്കെ കൊള്ളാം, എന്റെ പെങ്ങൾക്ക് പറ്റിയ ബന്ധം തന്നെ. പക്ഷെ ഒരു കുറവുണ്ട്. എന്താ ഇത് പറയാ? കൾച്ചറടാ, കൾച്ചർ. അത് തന്നെ, ആ പറഞ്ഞത് ലേശം കുറവാ. സാരമില്ല, ഇനിയിപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കേറി ഇറങ്ങേണ്ടതാണല്ലോ. അപ്പൊ തൽക്കാലം പോവാ. പോയിക്കളാ. നമ്മള് പറ്റേ അളിയ പോട്ടെ. അല്ല, സംഗതി വർക്കൗട്ടാവൂലേ? പിന്നില്ല. മതി. അറിഞ്ഞോ അറിയാതെയോ എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. നോ, ഇതൊരു ന്യായമല്ല. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കണം. ഇല്ലാത്തിടത്തോളം നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യുന്നല്ലേ അർത്ഥം? ചില്ലറക്കാരിയാണോ അവൻ പറഞ്ഞു നടക്കുന്നത്? ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാ? അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഇങ്ങനെ മുഖത്തടിച്ച പോലെ സംസാരിക്കരുത് മിസ്റ്റർ മേനോൻ. വളരെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള ബന്ധമാ. കുട്ടികളും ആശിച്ചിട്ടുണ്ടാവും. എന്നിട്ടിപ്പോ അറിയാലോ, പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. ഈ ബന്ധത്തിന്റെ പേരിൽ മാത്രം അത് കളഞ്ഞു കുളിക്കാൻ എന്നെ കൊണ്ടാവില്ല. സോറി മിസ്റ്റർ മേനോൻ, എനിക്കൊന്ന് ആലോചിക്കണം. എങ്കിലും ആ ആലോചന കഴിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വിളമ്പാനുള്ള ഈ വരവ്. നാട്ടുകാർക്ക് നല്ലോണം അറിയാം ശ്രീധര മേനോന് കൊട്ടി ഘോഷിക്കാൻ വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലെന്ന്. ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് ഉണ്ടാക്കിയിട്ട് വേണം എന്റെ മോളെ കെട്ടിക്കാനെങ്കിൽ എനിക്കും ഒന്ന് ആലോചിക്കണം. സൗജന്യമായിട്ടൊന്നും അല്ലല്ലോ എന്റെ മോളെ കെട്ടിക്കോളാൻ നേട്ടത്. നിങ്ങൾക്ക് തരാൻ വെച്ചത് വേറെ ആർക്ക് കൊടുത്താലും അവളെ പാട്ടും പാടി കൊണ്ടുപോകാൻ ആളുണ്ട്. മേനോൻ ഇറങ്ങാം.